ഞങ്ങളുടെ മിഷന്റെ ഒരു വണ്ടി ഒരിക്കൽ മിഷനിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കൻ മോട്ടിച്ചോണ്ട് പോയി. അപ്പൊ ഞങ്ങളുടെ മിഷണറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമ്മുടെ വണ്ടി അവൻ മോഷ്ടിച്ചോണ്ട് പോയി, എന്താ ചെയ്യണ്ടേ? പോലീസിൽ അറിയിക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? നീ പോലീസിലൊന്നും അറിയിക്കണ്ട, നീ അവനെ വിളിക്ക്. അവനെ വിളിച്ചാലും അവൻ വണ്ടി കൊണ്ട് തരത്തില്ല അച്ഛാ. അല്ല, ഞാൻ പറഞ്ഞു വണ്ടി തിരിച്ചു കൊണ്ട് തരാനല്ല വിളിക്കാൻ പറഞ്ഞേ. പിന്നെ അവനെ വിളിച്ചിട്ട് പറയാം, മോനെ വണ്ടി ഇപ്പം നിന്റെ പേരിലല്ലല്ലോ, ഇപ്പൊ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാ, അതുകൊണ്ട് എപ്പോഴാണ് നിനക്ക് സമയം, വണ്ടി നിന്റെ പേരിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവൻ വന്നു, വണ്ടി അവന്റെ പേരിലാക്കി, വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തു. ഇപ്പോഴും അവന്റെ കയ്യിലുള്ളത്. കർത്താവ് അവനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടില്ല. മിഷൻ വാങ്ങിച്ച വസ്തുവിൽ താമസക്കാരുണ്ട്. ഇപ്പം വീട് എൻക്രോച്ച് ചെയ്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല. കാര്യം അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ എന്താ? ഒരുത്തൻ നിന്റെ വസ്ത്രം വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ 1 നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവനോടുകൂടെ പോക. അത് അന്നത്തെ പശ്ചാത്തലത്തിൽ ഈ റോമൻ പടയാളികൾക്ക് ശമ്പളം കുറവാണ്, പക്ഷെ അവർക്ക് ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. പ്രിവിലേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചു പറിക്കാം, കുഴപ്പമില്ല. പിന്നെ അവനൊരു ചന്തയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലോട്ട് അവൻ ചുമടേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് പറയാം, എടുക്കളാ ഇത്, 1 നാഴിക അവനെ കൊണ്ട് നടത്താം. 1 നാഴിക കൂടുതൽ നടത്തരുതെന്ന് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട്. 1 നാഴിക ചുമ്മിക്കഴിഞ്ഞാൽ അത് അവിടെ വെക്കും. പിന്നെ അവൻ ഇവിടെ നിൽക്കും. ഏതെങ്കിലും മറ്റ് യഹൂദന്മാരാരെങ്കിലും ആ വഴിയെ വരുന്നെങ്കിൽ അവനെ കൊണ്ട് ചുമപ്പിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, 1 നാഴിക കൊണ്ടുപോകാൻ നിന്നെ നിർബന്ധിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, സാറേ വീട് കുറച്ചുകൂടില്ല, ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുതരാം എന്ന് പറയണമെന്ന്. നമ്മളെ മുതലെടുക്കുന്നവരോട് പോലും, ശരിക്കും ഒരു മുതലെടുപ്പാണല്ലോ അത്, മുതലെടുക്കുന്നവരോട് പോലും നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇതാണ് സ്നേഹം, ഇതാണ് യേശുവിന്റെ സ്വഭാവം. കൂട്ടുകാരനെ സ്നേഹിക്കാനെന്നും ശത്രുവിനെ അതിന്റെ മുകളില് 42, നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ യേശുവിന്റെ സ്നേഹം നമ്മൾ ജീവിതത്തിൽ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി തീരും. കാരണം ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. അപ്പന്റെ സ്വഭാവമല്ലേ മക്കൾ കാണിക്കേണ്ടത്. നിങ്ങളുടെ സ്വഭാവം നോക്കി നിശ്ചയിക്കാം നിങ്ങൾ ആരുടെ മക്കളാണെന്ന്. അപ്പന്റെ പേര് കളയരുതെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അപ്പന്റെ പേര് കളയരുത്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരണമെങ്കിൽ ദൈവം എങ്ങനെ, അല്ലെങ്കിൽ യേശു എങ്ങനെ ജീവിച്ചോ അങ്ങനെ നമ്മൾ ജീവിക്കണം. ആ മനോഭാവം, ആ സ്വഭാവം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. പ്രിയമുള്ളവരെ, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ വായിച്ച് പിള്ളേരെ കേൾപ്പിക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഇതാണ് കർത്താവ് പറയുന്ന സ്നേഹം. ഇങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കാൻ പറഞ്ഞത്. ആ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? എങ്കിലല്ല നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. യേശു എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പരിശ്രമം, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം. അതിനാവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാര്യം, മോശ ന്യായപ്രമാണം മാത്രമേ കൊണ്ടുവന്നുള്ളൂ, കൃപ കൊണ്ടുവന്നില്ല. പക്ഷെ യേശു ന്യായപ്രമാണവും കൃപയും ഒരുമിച്ച് കൊണ്ടുവന്നു. കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൽപ്പനയുണ്ട്. എന്നാൽ ആ കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് എന്ത് വേണം? കൃപ വേണം. ആ കൃപ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? യേശു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ കഴിയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. മുള്ളുകളിൽ നിന്ന് ഒരിക്കലും മുന്തിരിപ്പഴം ഉണ്ടാവുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ബ്രീഡ് മാറണം. ആ ബ്രീഡ് മാറുന്നത് എങ്ങനെയാണ്? വീണ്ടും ജനനം കൊണ്ടാണ് നമ്മുടെ ബ്രീഡ് മാറുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും
പുതുതായിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാവുക എന്നൊരവസ്ഥയുണ്ട്. അത് നിത്യകാലത്ത് നടന്നതൊന്നുമല്ല. നമ്മൾ ഭൂമിയിലേക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ആദാമിലായിരുന്നു. ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആരിലായിരുന്നു? ആദാമിലായിരുന്നു. പക്ഷെ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആരിലാവുകയാണ്? ക്രിസ്തുവിലാവുകയാണ്. നമ്മളൊക്കെ ആദാമിൽ നിന്ന് ജനിച്ചവരാണ്. പക്ഷേ ആദാമിൽ നിന്ന് ജനിച്ചിട്ട് യേശുവിനെ പോലെ ജീവിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ആത്മാവിൽ ജനിക്കണം. അങ്ങനെ ആത്മാവിനാൽ ജനിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്ന വ്യക്തിക്ക് യേശുവിനെ പോലെ ജീവിക്കാനുള്ള കൃപയുണ്ട്. അതൊരു പ്രോസസ്സാണെന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കുന്നുണ്ട്. അതായത് വീണ്ടും ജനിക്കുന്ന വ്യക്തി ഒരു ശിശു ജനിക്കുന്നത് പോലെയാ. ഒരു ശിശു ജനിച്ച, ഇപ്പൊ എന്റെ കൊച്ചു ജനിച്ചതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ നടക്കുന്ന പോലെ നടക്കുന്നുണ്ടോ കൊച്ച്? ഇല്ല. പക്ഷേ നടക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ടെൻഡൻസി, എന്റെ വീട്ടിലൊരു പൂച്ചയ്ക്ക് കൊച്ചുണ്ടായി, അല്ലെങ്കിൽ ഒരു കിറ്റൺ, പൂച്ചക്കുഞ്ഞ് നടക്കുമ്പോൾ 4 കാലേ നടക്കത്തുള്ളൂ. ഇനി ഞാൻ എത്ര പരിശീലിപ്പിച്ചാലും 2 കാലേ കുറച്ചു നേരം നടക്കും. പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എലിയെ കാണുമ്പം 4 കാല് താഴെ വെക്കും. കാര്യം അതിന്റെ ജന്മം തന്നെ പൂച്ചയുടെ ജന്മമാണ്. എന്നാൽ എന്റെ കൊച്ചുണ്ടായപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ കയ്യെ പിടിച്ച് നടത്തി ആദ്യമൊക്കെ 2-3 പ്രാവശ്യം വീഴുകയും 8 പ്രാവശ്യം 10 പ്രാവശ്യം ഒക്കെ വീണെന്ന് വെച്ചോ, സമയമെടുത്തു. അന്നേരം ഒന്നും ഞാൻ പറയത്തില്ല, ഓ ഈ കൊച്ച് ഇംപെർഫെക്റ്റാ. നമ്മൾ പറയുമല്ലോ, നമ്മൾ ആരാ പെർഫെക്റ്റ് ആയിട്ടുള്ളത്? പ്രിയമുള്ളവരെ, പെർഫെക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാകണം. പെർഫെക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറയാനുണ്ട്. ഒരു പൂമൊട്ട് പൂവാണോ? അല്ല. പക്ഷെ പൂമൊട്ട് ഇംപെർഫെക്റ്റ് ആണോ? അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പൂമൊട്ടെന്ന നിലയിൽ അത് പെർഫെക്റ്റാ, പക്ഷെ അത് പൂവായിട്ടില്ല. ഒരു ശിശു, ഒരു കുഞ്ഞ് അപ്പനെ പോലെ നടക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ കൊച്ച് ഇംപെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. അത് വളരുകയാണ്. പക്ഷെ വളർന്ന അപ്പനെ പോലെ ഒരു ദിവസം ആകും. അതുപോലെ യേശുവിനെ പോലെ ആകുവാൻ, യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ അതിനുള്ള കൃപ നമുക്കുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ വിത്ത് യേശുവിന്റെ വിത്താ. നമ്മുടേത് ആദാമ്യ ജന്മമല്ല. അങ്ങനെയാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ വീണ്ടും ജനിച്ചവൻ ആദാമ്യ പ്രകൃതിയിലല്ല, ആത്മപ്രകൃതിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവന് ആത്മാവിൽ ജീവിക്കുവാനുള്ള ശക്തിയുണ്ട്. അവൻ വളരുകയാണ്. പക്ഷെ ജനിച്ചവന് മാത്രമേ വളരാൻ പറ്റുള്ളൂ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, വീണ്ടും ജനിക്കാത്തവനെ കൊണ്ട് യേശുവിനെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കാൻ നോക്കുന്നതാണ്. അത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഏത് സഭയിലും അടിസ്ഥാനപരമായി വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം അനിവാര്യമാണ്. ജനങ്ങളോട് അത് പഠിപ്പിച്ച് വീണ്ടും ജനനാനുഭവത്തിലുള്ള ഒരു വ്യക്തി കടന്നു വന്നാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്നേഹിച്ച കർത്താവ്, അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ സ്നേഹിച്ച കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഈ സ്നേഹിച്ച കർത്താവ് ശുശ്രൂഷിക്കുന്ന കർത്താവുമാണ്, അഥവാ സേവിക്കുന്ന കർത്താവുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, രണ്ടാമത് ആണ് അതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ കാര്യം, പിതാവ് സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. സംഭവിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്ക് എന്താണ്? 3-ാമത്തെ വാക്യം, പിതാവ് സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പൊ യേശുവിന് താൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആരാണ് യേശു? അവൻ ദൈവത്തോട് സമനായ വ്യക്തിയാണ്. അവനെ ദൈവം പറഞ്ഞു വിട്ടതാണ്. സകലതും ദൈവം അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു. സ്വർഗവും ഭൂമിയും ആകാശവും എല്ലാം അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ അധികാരിയാണ്. അവൻ മഹത്വവാനായ ദൈവമാണ്. അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ഇവനെല്ലാം അറിയാൻ വയ്യാതെയല്ല. അങ്ങനെ അറിഞ്ഞിരിക്കെ അവൻ എന്ത് ചെയ്തു? യേശുവിന് താൻ ആരെന്ന് അറിയാം, പക്ഷേ അവന്റെ ഡിഗ്നിറ്റി, അവന്റെ മഹത്വം അറിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? ഞാൻ രാജാവാണ്, ഞാൻ സർവ്വഭൂമിയുടെയും അധിപനാണ് എന്ന് പറഞ്ഞ് കസേരയിൽ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. അപ്പോൾ അവൻ ആരാണ്? യഥാർത്ഥത്തിൽ മഹത്വവാനായ ദൈവമാണ്. അവൻ സർവ്വഭൂമിയുടെയും സർവ്വ ചരാചരങ്ങളുടെയും സർവ്വപ്രപഞ്ചത്തിന്റെയും അധിപനാണ്.
അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ചെറിയ സമയത്തേക്ക് വരികയും തിരിച്ച് അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോവുകയുമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് അവന്റെ ഡിഗ്നിറ്റി എന്താണ്, അവന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ യേശുവിന്റെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ അത് ഇഗ്നറൻസ് അല്ല, അറിയാൻ വയ്യാതെ പറ്റിയതല്ല. ഞാൻ ചിലപ്പോൾ ഇവിടുത്തെ ദാസനായിരിക്കും അല്ലേ, എന്നാ പിന്നെ ഇത് ചെയ്തേക്കാമെന്ന് വെച്ചല്ല അവൻ അത് ചെയ്യുന്നത്. അവൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിട്ടും അവൻ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അതേ ചുറ്റി. വസ്ത്രം ഊരിവെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ വിവസ്ത്രനായി എന്ന അർത്ഥത്തിലല്ല, മേലാടെ ഊരിവെക്കുന്നതാണ്. അതായത് യഹൂദന്മാരുടെ പ്രത്യേകതയിൽ എപ്പോഴും അവർക്ക് ഒരു ഇന്നർ ഗാർമെന്റ് ഉണ്ട്. പക്ഷെ അതിന് മുകളിലൂടെ അവരെന്ത് ചെയ്യും, ഒരു ഓവർകോട്ട് പോലെ ഇടും. ഇപ്പൊ നമ്മളാണെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇപ്പൊ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പാന്റും ഷർട്ടും ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കോട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇടുന്നു. പക്ഷെ എന്തെങ്കിലും പണിയെടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കോട്ട് ഇട്ടുകൊണ്ടാണോ സാധാരണ പണിയുന്നത്? അല്ല, കോട്ട് നമ്മൾ ഊരിയിട്ട് മാറ്റി വെക്കുന്നു, എന്നിട്ട് നമ്മൾ പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ വിവസ്ത്രനായെന്നല്ല അതിന്റെ അർത്ഥം. ഈ ഓരോ വാക്യങ്ങളും അറിയാൻ വയ്യാതെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ അർത്ഥം. ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, നമ്മൾ ആത്മാവിലായി കഴിഞ്ഞാൽ ചിലപ്പം നഗ്നരായി പോകും. കാര്യം ദാവീദ് എന്ത് ചെയ്തു, വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അവൻ നൃത്തം ചെയ്തു. അതുകൊണ്ട് ചിലപ്പോൾ ആത്മാവിലായാൽ നമ്മൾ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞെന്നിരിക്കും. പ്രിയമുള്ളവരെ, ദാവീദ് നഗ്നനായി നൃത്തം ചെയ്തെന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ രാജവസ്ത്രം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, രാജവസ്ത്രം ഉരിഞ്ഞു മാറ്റിവെച്ചു. അതായത് അവൻ പെട്ടകത്തിന്റെ മുമ്പിൽ ആളുകൾ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവരോട് കൂടാൻ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, അവന്റെ ഇന്നർ ഗാർമെന്റിന്റെ മുകളിൽ അവന് റോയൽ ഗാർമെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവനോട് തന്നെ ചോദിച്ചു, എടാ, രാജാവിന്റെ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യാൻ ഞാൻ ആരാ? അതൊന്നും അവൻ എന്ത് ചെയ്തു, രാജാവിന്റെ ആ മേലാടെ ഊരി വെച്ചിട്ട് സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ നൃത്തം ചെയ്തു. അല്ലാതെ ആത്മാവ് കയറിയ തുണി പറിച്ചു കളയുമെന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല, ഇതൊക്കെ പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നം. ആൾക്കാർ പറയുന്ന കാര്യമാണ്, അത് ദാവീദ് നഗ്നനായി നൃത്തം ചെയ്തില്ലെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മീകൾ ഇത് കണ്ടപ്പോഴത്തേക്ക് മീകൾ ചോദിക്കുന്നു, നീ സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ, നഗ്നനായെന്നല്ല എഴുതിയിരിക്കുന്നത്, നീ സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ കുതിച്ചു ചാടുന്നത് എന്തുകൊണ്ടാണ്? നീ എന്തുകൊണ്ടാണ് രാജവസ്ത്രം, അവളെ സംബന്ധിച്ചുള്ള അവൾ രാജാവിന്റെ മോളായിട്ട് വളർന്നതല്ലേ, അവൾക്ക് മനസ്സിലാകുന്നില്ല രാജാവ് രാജവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് സാമാന്യ ജനത്തിന്റെ ഇടയിലേക്ക് കയറുന്നത്. അവന്റെ ഡിഗ്നിറ്റി കളഞ്ഞു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡിഗ്നിറ്റി ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ ഇടയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാണ്. വെറുതെ ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് വേദോസം അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നതാണ്. യു ഗോട്ട് മൈ പോയിന്റ്? ഹല്ലേലൂയ. അപ്പൊ എന്നതുപോലെ കർത്താവ് എന്ത് ചെയ്തു, അവന്റെ മേലാടെ ഊരി വെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവൻ വിവസ്ത്രനായി എന്നവിടെ അർത്ഥമില്ല. മേലാടെ ഊരി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി എന്ത് ചെയ്യുന്നു, അരയിലെ ഒരു തുവർത്ത് ചുറ്റി. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി.